രാഹുൽ ഗാന്ധി വയനാട്ടിൽ അല്പം മുമ്പെത്തി. അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിലിറങ്ങി. റോഡ് ഷോ അടക്കമുണ്ടാകും. സഹോദരി പ്രിയങ്ക ഗാന്ധിയും KPCCയുടെ AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. അല്പസമയത്തിനകത്ത് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ നടക്കും. മൂപ്പനാട് തലയ്ക്കൽ ഗ്രൗണ്ടിൽ ആണ് അദ്ദേഹം എത്തിച്ചേർന്നത്. LDF സ്ഥാനാർത്ഥി ആനി രാജയെ നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കാണാം. രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും ഒപ്പമാണ് അദ്ദേഹം ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖർ അവിടെ രാഹുലിനെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരൻ, അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് രാഹുൽ ഗാന്ധി വാഹനത്തിലേക്ക് കയറുന്നത്. ഡാൻ കുര്യൻ ചേരുന്നത്. ഡാൻ, ആവേശകരമായ സ്വീകരണമാണോ രാഹുലിന് പാർട്ടി പ്രവർത്തകർ നൽകിയത്? രഞ്ജിത്ത്, വലിയ ചൂടുണ്ട് കൽപ്പറ്റയില്. ആ ചൂടിനെ വെല്ലുന്ന ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ കൽപ്പറ്റയുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരവും അതിന്റെ പരിസരവും ജനനിബിഡമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വയനാട്ടിൽ നിന്ന് മാത്രമല്ല കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം റോഡ് ഷോയുടെ ഭാഗമായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരിക. ഈ വാഹനത്തിലായിരിക്കും. അതിൽ സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സുരക്ഷാ വലയത്തിനുള്ളിലാണ് ആ വാഹനം ഉള്ളത്. ആ വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ KC വേണുഗോപാൽ, K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ആ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും. എന്തായാലും ഇവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. കനത്ത ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് ഒരുപാട് നേരം പ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി തന്നെ നേതാക്കൾക്ക് ിട്ടുണ്ട്. ഏതാണ്ട് 12 മണിയുടെ സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും ഈ ഇവിടുന്ന് റോഡ് ഷോ അവിടേക്ക് കടന്നു പോവുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതാണ്ട് 5 മിനിറ്റിനകത്ത് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇവിടേക്ക് എത്തും. മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. വടക്കൻ കേരളത്തിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള ഇന്നത്തെ കടന്നുവരവ് ആവേശമുണർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, വയനാട്ടിൽ ആവേശമുണർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകരെയാണ്. 4,35,000 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വയനാട്ടിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വരുമ്പോൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. എത്രയൊക്കെ വിമർശനങ്ങൾ ഉയർന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം കേരളത്തിലെങ്കിലും കോൺഗ്രസിന് നൽകുന്ന ഊർജം ഗുണം ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ കാണുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശമാണ്. ആവേശമുണർത്തിക്കൊണ്ടിതാ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിക്കഴിഞ്ഞു. രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്ന തരത്തിൽ ഉള്ള എഴുത്തുകൾ നിറഞ്ഞ വാഹനങ്ങളും ഇവിടെയുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിക്ക് റോഡ് ഷോ നടത്താനുള്ള വാഹനമാണ് തയ്യാറായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഒരുപക്ഷെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും K സുധാകരനും VD സതീശനും ഒക്കെ ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദൃശ്യങ്ങളിൽ കാണാം. എത്ര മണിയോടുകൂടി ഡാൻ റോഡ് ഷോ ആരംഭിക്കും? ഇപ്പോൾ തന്നെ പ്രവർത്തകരുടെ വലിയ ഒരു കൂട്ടം അവിടെ കാണാം. ആവേശം വലിയ തോതിലാണ്, ഉച്ചസ്ഥായിലാണ് പ്രവർത്തകർക്ക്. ഏതാണ്ട് 11 മണിയോടെ തന്നെ ഇവിടുത്തെ റോഡ് ഷോ ആരംഭിക്കുന്ന തരത്തിലായിരുന്നു ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. പക്ഷേ ഏതാനും മിനിറ്റുകളുടെ ഒരു വ്യത്യാസം കാണും. അങ്ങനെയാണെങ്കിൽ ഒരു 11:10 ഒരു പക്ഷേ 11:10 10 മിനിറ്റ് കൂടി വൈകി 11:10 റോഡ് ഷോ ആരംഭിക്കാനായിരിക്കാം സാധ്യത. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രവർത്തകരുടെ ആവേശം അത് രാവിലെ മുതൽ തന്നെ വലിയ കനത്ത തണുപ്പുണ്ടായിരുന്നു പുലർച്ചെ. ആ തണുപ്പിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകരാണ് മറ്റ് ജില്ലകളിൽ നിന്ന് അടക്കം കൽപ്പറ്റയിലേക്ക് എത്തിയത്. പിന്നീട് ആ തണുപ്പ് ചൂടിന് വഴിമാറുകയായിരുന്നു. വലിയ ചൂടുണ്ടിപ്പോൾ.
ആ കറുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് അതിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് വയനാടിന്റെ മണ്ണും മനസ്സും എല്ലാം മാറുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇവിടേക്ക് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി വലിയ തരത്തിലുള്ള ഒരു ആവേശം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹം ഇനി എത്ര തവണ വയനാട്ടിലേക്ക് എത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും പ്രചാരണത്തിന്റെ ഭാഗമായി പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പിച്ച സ്വീകരണം ഒരുക്കിക്കൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. അതിന്റെ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പരിച്ഛേദമായി മാറുകയാണ്. കാരണം നമുക്കറിയാം, മോദിക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിന് കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസിന്റെ മുന്നണി അത് 2 തവണ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോഴും ഒട്ടും പിന്നോട്ട് മാറാതെ മോദി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത അടക്കം കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു. അതിനിടയിൽ ക്രൗഡ് ഫണ്ടിംഗ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നെ കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിക്ക് ഇടയിലാണ് കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഇവിടെ വന്ന് നടത്തുക എന്ന ചോദ്യമുണ്ട്. വലിയ ആവേശത്തിൽ പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു പ്രവർത്തകർ അവരുടെ മുദ്രാവാക്യം വിളികളിലേക്ക്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, 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 രാഹുൽ ഗാന്ധി സിന്ദാബാദ്. ജയ് ജയ് രാഹുൽ ഗാന്ധി, ജയ് ജയ് രാഹുൽ ഗാന്ധി, ജയ് ജയ് രാഹുൽ ഗാന്ധി, ജയ് ജയ് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. വയനാടിന്റെ അഭിവാദ്യങ്ങൾ, വയനാടിന്റെ അഭിവാദ്യങ്ങൾ, ജയ് ജയ് രാഹുൽ ഗാന്ധി, ജയ് ജയ് രാഹുൽ ഗാന്ധി. ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, ജയ് ജയ് രാഹുൽ ഗാന്ധി, ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, ജയ് ജയ് രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. സ്വാഭാവികമായി അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളായി കൽപ്പറ്റയുടെ തെരുവിൽ കാത്തു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിൽ നിന്നും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഒഴുകിയെത്തിയ 7 നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ വരവിനായി ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിയുടെ വരവിനായി ആവേശപൂർവ്വം കാത്തിരിക്കുന്ന പ്രവർത്തകരുടെ വലിയ കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാഹുലിന്റെ വരവ് ചില്ലറ ആവേശമല്ല കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. കൽപ്പറ്റയിൽ വലിയ റോഡ് ഷോയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂർ നീളുന്ന റോഡ് ഷോയിലൂടെ വയനാടിനെ ഇളക്കി മറിച്ചാകും രാഹുൽ ഗാന്ധിയുടെ മടക്കം. ഇനി പ്രവർത്തകരുടെ കയ്യിലാണ്. വീട് വീടാന്തരം കയറിയിറങ്ങി രാഹുലിന്റെ വായോട്ടി ഒതുക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. കെ സുരേന്ദ്രനാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, ആനി രാജ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അവിടെയുണ്ട്. അനുമോദ്, രാഷ്ട്രീയ സാഹചര്യം വയനാട്ടിൽ കോൺഗ്രസിന് UDFന് അനുകൂലമാണ്. നമുക്കറിയാം, 4ാം മത്സരത്തിൽ വയനാട് രൂപീകരിച്ചതിന് ശേഷം 4ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ അപ്രമാദിത്വം ചെറുതല്ല. പ്രത്യേകിച്ച് രാഹുൽ വരുമ്പോൾ എത്ര ആവേശമുണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തകർക്ക്. ഇന്ന് മടങ്ങിയാൽ രാഹുൽ പിന്നേന്ന് തിരിച്ച് വയനാട്ടിലേക്ക് എത്തും. രഞ്ജിത്ത്, നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസം വലുതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇത്തവണ അതിലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. കാരണം അതിനേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുതന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മറുവശത്താകട്ടെ യും കെ സുരേന്ദ്രനും അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തമാക്കുകയാണ്. അവരുടെ കഴിഞ്ഞ തവണ കുറച്ചെങ്കിലും വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ഈ പാർട്ടികളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇത്തവണ അത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് മുന്നണികളുടെ ഭാഗത്തും ഉണ്ടാകുന്നത്.
ഇടതുപക്ഷത്തിന്റെ ഭാഗത്തും BJPയുടെ ഭാഗത്തും അവരുടെ ഏറ്റവും ശക്തരായ നേതാക്കളെ തന്നെ രംഗത്തിറക്കുന്നത് കൃത്യമായ വോട്ട് ഉറപ്പാക്കുക, വോട്ട് ചോർച്ച ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർക്ക് മുമ്പിലുള്ളത്. ഇതുവരെ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ നേടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വോട്ട് നേടി അവരുടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രധാനമായിട്ടും സുരേന്ദ്രന്റെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. ഇവിടെ മറുവശത്താകട്ടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുമ്പോൾ ഒരു ദേശീയ നേതാവിന്റെ പരിവേഷമായിരുന്നു, ദേശീയ നേതാവിനുള്ള ആദരവായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം രണ്ടാമതും വയനാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ചിരപരിചിതനാണ് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. വയനാടിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗത്ത്